പോലീസ് SFIയെ അങ്ങ് കൈയയച്ച് സഹായിക്കുകയാണല്ലോ ആർഷോ. അതാണ്, ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിന് ഒരാളുടെയും സഹായത്തോടു കൂടിയല്ല, ഈ പറഞ്ഞ പോലീസ് സംവിധാനങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയും സഹായത്തോടു കൂടിയല്ല ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മേൽ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട് അധ്യാപകനെതിരെയും ആ ക്യാമ്പസിനകത്തുള്ള വിഷയത്തിലുണ്ടായിരുന്ന SFI പ്രവർത്തകർക്കെതിരെയും കൃത്യമായിട്ടുള്ള കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേസ് തിരിക്കുന്നത് ഇങ്ങനെ ഉന്തിയിടുന്നത് അതൊക്കെ ആ ദൃശ്യങ്ങളിൽ എല്ലാവരും കണ്ടതാണ്. എന്നിട്ട് കേസെടുത്തത് എപ്പോഴാണ്? അപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ വിദ്യാർത്ഥി സംഘടന ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു ആനുകൂല്യം കിട്ടുമെന്നുള്ളൊരു അഹന്തയുണ്ടോ SFIക്ക്? അല്ല, ഞങ്ങൾക്ക് അങ്ങനെ എതിരെ കൈപിടിച്ചു തിരിക്കുന്ന ദൃശ്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കൈപിടിച്ച് തിരിച്ചുവെന്നാണ് പരാതി. ഉന്തുന്ന ദൃശ്യമാണ് ഞാൻ കണ്ടത്. കൈപിടിച്ച് തിരിച്ചുവെന്നാണ് പരാതി. അതെ 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 കൈപിടിച്ച് തിരിക്കുന്നതോ ഈ പറഞ്ഞ വഴിക്ക് തല്ലുന്നതോ ആയിട്ടുള്ള ദൃശ്യങ്ങളൊന്നും ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ പരാതി ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ വിദ്യാർത്ഥിയുടെ ചെവിയടിച്ച് പൊട്ടിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കേൾവി ശക്തി നിലവിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെയും പരാതിക്കകത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പരാതിക്കകത്തും അങ്ങനെ പലതും ഉണ്ടാകുമായിരിക്കും. അതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കട്ടെ എന്നുള്ളതാണ്. കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേസെടുത്ത് അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഞാൻ പറഞ്ഞല്ലോ, എന്ത് വിഷയമുണ്ടായാലും എങ്ങനെ അടി കൊണ്ടു കഴിഞ്ഞാലും തിരിച്ചടിക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഈ പറഞ്ഞ പോലെ തിരിച്ച് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉന്തുന്ന ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പാടില്ല എന്നുള്ളതാണ്. അത് തെറ്റായിപ്പോയി എന്നുള്ളത് തന്നെയാണല്ലോ ഞങ്ങൾ ആവർത്തിക്കുന്നത്. അപ്പോൾ അതുണ്ടാവരുത് എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഇപ്പോൾ ഈ എവിടെ റീത്ത് വെച്ചതിൻ്റെ സംഭവം പറഞ്ഞു. അങ്ങനെ റീത്ത് വെച്ചതിൻ്റെ ഒരു ഓർമ്മയൊന്നും എനിക്കില്ല കേട്ടോ. രണ്ട് കാര്യവട്ടം ക്യാമ്പസുമായി ബന്ധപ്പെട്ട് കാര്യവട്ടം ക്യാമ്പസിനകത്ത് SFIയുടെ ഇടിമുറി ഉണ്ട് എന്നൊക്കെ നിങ്ങൾ ഇന്നലെ തൊട്ട് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സുജയ് ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമ സംവിധാനങ്ങളെയും എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. കാര്യവട്ടം ഉൾപ്പെടെ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന SFIയുടെ ഇടിമുറികളുണ്ട് എന്ന് ആവർത്തിച്ച് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ക്യാമ്പസുകൾക്കകത്തേക്കൊക്കെ നിങ്ങൾ കടന്നു വരാൻ വേണ്ടി തയ്യാറാകണമെന്ന്. അങ്ങനെയുള്ള ഇടിമുറികൾ ഉണ്ടെങ്കിൽ ആ ഇടിമുറി നമുക്ക് പൊളിക്കണം. അങ്ങനെയുള്ള ഒരു ഇടിമുറിയും ഒരു ക്യാമ്പസിനകത്തും ഇല്ല, പ്രത്യേകിച്ച് കാര്യവട്ടം ക്യാമ്പസിനകത്തും ഇല്ല. ആ ക്യാമ്പസിനകത്ത് ഇന്നലെ ഉണ്ടായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ ആദ്യം SFIയെയും അല്ല ആക്രമിക്കുന്നത്, ആ ക്യാമ്പസിനകത്തെ സെക്യൂരിറ്റിയാണ് ആദ്യം ആക്രമിക്കുന്നത്. അത് കണ്ടങ്ങോട്ട് ചെന്ന SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആക്രമിക്കപ്പെടുന്നുണ്ട്. ആ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ ക്യാമ്പസിനകത്തേക്ക് കടന്നു കയറി സാൻജോൻ ആക്രമിച്ചു. സാൻജോയുടെ വർഷങ്ങളായി ആ ക്യാമ്പസിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ് സാൻജോ. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ 2ാമത്തെ PG ആണ് കാര്യവട്ടം ക്യാമ്പസിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കും. ഇക്കാലം അത്രയും അവിടെ KSUവിന് സംഘടനാ സംവിധാനം ഇല്ലാത്ത PG പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ SFIയുടെ നേതാക്കളാണോ PM ആർഷോ പറയുന്നത്? അതേ കാര്യവട്ടം ക്യാമ്പസിൽ പഠിച്ച ആളാണ് ഞാൻ. അന്ന് എനിക്ക് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പഠിച്ചത് 4ാമത്തെ PG ആണ് ആർഷോ. മാഡം ആയിക്കോട്ടെ, അതാ ഞാൻ പറഞ്ഞതേ, അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ തെറ്റാണെന്ന് നിങ്ങൾ എന്തിനാ ധരിക്കാൻ വേണ്ടി പോയത്? അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ വർഷങ്ങളായ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിക്കെതിരെ എന്തെങ്കിലും ഒരു അക്രമോ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിക്കെതിരെ എന്തെങ്കിലും മോശപ്പെട്ട ഇടപെടലോ ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആ ക്യാമ്പസ് ഉൾപ്പെടെ ഞാൻ പറയട്ടെ, ഈ കാര്യവട്ടം ഉൾപ്പെടെ കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ അക്കാദമിക വർഷത്തിന്റെ ആരംഭവുമായി ബന്ധപ്പെട്ട് ബോധപൂർവം സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്.